ഗൈസ് എല്ലാവർക്കും ടുഡേസ് ആണ്. ഞാൻ ഗുഡ് മോർണിംഗ് ആയി ഗൈസ്. ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആരുടെ കുക്കിംഗ് വീഡിയോ? എൻ്റെ അമ്മയുടെ കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മുടെ ചേച്ചിട്ടൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ട്യൂണ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടിൻ ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ എല്ലാ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇത് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് വേണ്ടത് പിന്നെ നമ്മൾ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2-2.5 സവോള എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് ക്രഷ്ഡ് ചില്ലി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. നമുക്ക് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ ട്യൂണ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് സ്പ്രിംഗ് വാട്ടറിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലാവുമ്പോൾ നമുക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അടി കട്ടിയുള്ളൊരു പാത്രമാണ്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് മുരിച്ചെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഇതിനകത്ത് തന്നെയുള്ള പാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാൻ വെച്ചു. ഇതിനകത്ത് തന്നെയുള്ള പാൻ ജസ്റ്റ് ഹീറ്റായി. ഇതിനകത്ത് തന്നെയുള്ള ആ ഓയിലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടിന്നിലെ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിൽ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടായിരിക്കുക. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇൻഗ്രീഡിയൻസ് വന്നപ്പോൾ ഉപ്പ് മറന്നുപോയി. എന്നാലും കുറച്ച് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ, സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ഒന്ന് വാടട്ടെ, കുറച്ച് സമയം എടുക്കും. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഇത് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരണം. പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. ഈ മസാല എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് മസാലയ്ക്ക്. ഇനി നമുക്ക് ഈ ട്യൂണ ചങ്ക്സ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ട്യൂണ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണം. ചെറിയ തരി പോലെയുള്ള പീസുകളായി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ അകത്ത് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം ഇളക്കി ആ കളറെല്ലാം, ട്യൂണയുടെ കളറെല്ലാം നന്നായിട്ട് മാറി വരണം. ഇത് നന്നായിട്ട് നമ്മൾ ആ മസാലയായിട്ട് ആ ട്യൂണ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു ഡാർക്ക് കളറാവും, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആയൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചെറുതായിട്ട് കളറിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ ആവണം. നല്ലതായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാകുമ്പോൾ പതുക്കെ കിടന്ന് മുരിഞ്ഞ് ആയിക്കോളും. നമുക്ക് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ കണ്ട നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ആ എണ്ണയെല്ലാം പോയി, എണ്ണയെല്ലാം മാറി നന്നായിട്ട് ആ ട്യൂണ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ജച്ചൂട്ടിന് കൊടുത്ത് നോക്കാം. കുഞ്ഞിന് എരിവൊന്നും പ്രശ്നമൊന്നുമല്ല. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. നമുക്ക് എരിവ് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. നമുക്ക് കുഞ്ഞിനോട് ചോദിച്ചു നോക്കാം. ചേച്ചി കഴിച്ചിട്ട് പറ, അഭിപ്രായം പറ, എങ്ങനെയുണ്ടെന്ന്. Like, share, subscribe. Bye.